Hope everyone have joined back. So we'll continue with this. So till now we were discussing about reinforced concrete RCC specifications to be followed. So earlier we discussed about while laying the concrete in vertical direction, it should be restricted to 1 meter per hour or and properly compacted. Only then we have to proceed to the next stage. And the next thing is time between the mixing and placing shall not exceed 20 minutes. That's because it might get set. I hope everyone can hear me now. And is Abhinav here? Abhinav? Abhinav Mahesh? Yes, sir. Okay, can you Present, hear sir. me? And am I audible? And can you see on the screen properly? Yes, sir. Okay. So the progress of concreting in vertical direction shall be restricted to 1 hour, and the time between mixing and placing shall not exceed 20 minutes. അതായത് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യരുത്. അതായത് 20 മിനിറ്റ്സിനകം മിക്സിങ്ങും പ്ലേസിങ്ങും കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് നേരത്തെ സെറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇൻ concreting shall not be done if the temperature falls below 4 degrees Celsius. 4 degrees Celsius താഴെ ടെമ്പറേച്ചർ വരുമ്പോൾ എന്താണ് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല, മനസ്സിലായി? ആൻഡ് ക്യൂറിങ് സെയിം സിമെന്റ് കോൺക്രീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സിമെന്റ് കോൺക്രീറ്റിന്റെ ക്യൂറിങ് തന്നെയാണ്, സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഈ റീൻഫോഴ്സ് കോൺക്രീറ്റിൽ നമ്മൾ ഫിനിഷിംഗ് എന്ന് പറഞ്ഞ സാധനം വരും. ഇഫ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ദാറ്റ് ദി എക്സ്പോസ്ഡ് സർഫസ് ഷുഡ് ബി പ്ലാസ്റ്റേർഡ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ 1:3 സിമെന്റ് മോർട്ടാർ വെച്ച് 6 mm താഴെ നമ്മളത് ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ കോളമോ അല്ലെങ്കിൽ ബീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കരുത് എന്നാണ് സ്പെസിഫിക്കേഷനിൽ പറയുന്നതെങ്കിൽ, മനസ്സിലായി? ചില സ്പെസിഫിക്കേഷനിൽ പറയില്ല, ചിലതിൽ അങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് കുഴപ്പമില്ല, അത് നോർമൽ പ്ലാസ്റ്ററിങ്ങിൽ അത് കവർ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ 1:3 സിമെന്റ് മോർട്ടാറിൽ ഫിനിഷ് ചെയ്യണം. അത് നമ്മൾ സെൻറ്ററിങ്ങും ഫോംവർക്ക് ഒക്കെ റിമൂവ് ചെയ്ത ഉടനെ ഷാൽ ബി അപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ദി സെൻറ്ററിങ്. അതാണ് ഫിനിഷിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സെയിം മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ RCCയുടെ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നത് കോൺക്രീറ്റ് മീറ്റർ ക്യൂബിലാണ് എടുക്കുക. അതിനകത്ത് നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് കോൺക്രീറ്റ് റിക്വയർഡ് ഫോർ RCC വർക്ക് എന്നാണ് പറയുക. അത് മീറ്റർ ക്യൂബിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ആ വോളിയത്തിൽ നമ്മൾ സ്റ്റീലിന്റെ വോളിയം ഉണ്ടാവില്ല, അതിനകത്ത് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആകുമ്പോൾ അകത്ത് സ്റ്റീൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ സ്റ്റീലിന്റെ വോളിയം നമ്മൾ ഡിഡക്ട് ചെയ്യില്ല. ജസ്റ്റ് നമുക്ക് എത്രയാണോ കോൺക്രീറ്റ് ഉണ്ട് അത് നമ്മൾ പറയും. സ്റ്റീലിന്റെ വോളിയം ഡിഡക്ട് ചെയ്യാത്ത വാല്യൂ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന എപ്പോഴും ക്വിൻ്റലിലായിരിക്കും, ക്വിൻ്റൽ അല്ലെങ്കിൽ കിലോഗ്രാമിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇതാണ് മെഷർമെന്റ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ RCCയുടെ കാര്യം ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ സിമെന്റിന്റെ ഓരോ കാര്യങ്ങൾ, അതിന്റെ പ്രൊപ്പോർഷൻ, മിക്സിങ് കാര്യങ്ങളൊക്കെ സെയിം ആസ് മറ്റേ സിമെന്റ് കോൺക്രീറ്റിനെ പോലെ. പിന്നെ RCCനകത്ത് സ്റ്റീലിന് പറഞ്ഞ സാധനം കൂടി വേണം, അതിനും കൂടിയുള്ള സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പം ഏത് ടൈപ്പ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്, ഏതാണ് ഗ്രേഡ് എന്നൊക്കെയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അടുത്ത ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്, ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ഡാം പ്രൂഫ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, വല്ല ഐഡിയ ഉണ്ടോ? നിവിൽ ഫിലിപ്പ് ഉണ്ടോ? നിവിൽ ഫിലിപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. രേവതി രാജൻ, ഞാൻ ഈ അവർ അറ്റൻഡൻസ് എടുക്കും കേട്ടോ. എല്ലാവരും പറഞ്ഞേക്കും, ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞേക്കും, ഞാൻ ഈ അവർ ചെയ്യുമ്പോൾ അറ്റൻഡൻസ് എടുക്കും. രേവതി രാജൻ ഉണ്ടോ? അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ?
എന്താണ് ഡാം പ്രൂഫ് കോഴ്സ്, അത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഡാം പ്രൂഫ് വാട്ടറിന്റെ അല്ല, പർപ്പസ് അല്ല, പർപ്പസ് നമുക്ക് അതിന്റെ ഹെഡിങ് തന്നെ മനസ്സിലാവില്ല, ഡാം പ്രൂഫ് കോഴ്സ് എന്താണെന്ന്. പക്ഷെ അത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അറിയില്ല സർ. അത് നമ്മൾ നോർമലി ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുന്നത് നമ്മളുടെ പ്ലിന്ത് ലെവലിലായിരിക്കും. അതായത് നമ്മളുടെ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിലായിരിക്കും നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുക. ശരിക്കും ഈ സ്പെസിഫിക്കേഷൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷനെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നെ പ്ലെയിൻ കോൺക്രീറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനെ കുറിച്ച് പറഞ്ഞു, അപ്പം അതിന്റെ മുകളിൽ ഡാം പ്രൂഫിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഈ സ്പെസിഫിക്കേഷൻ എഴുതുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് ആണ്. അപ്പോൾ ഈ ഡാം പ്രൂഫ് കോഴ്സിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ നോർമൽ ഒരു കോൺക്രീറ്റ് തന്നെ എടുക്കും, അതായത് 1:1.5:3 അല്ലെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിക്സ് നമ്മൾ എടുക്കും. നോർമൽ ഡാം പ്രൂഫ് കോഴ്സ് ഒരു 2.5 സെന്റിമീറ്റർ, അതായത് 1 ഇഞ്ച് എന്നാണ് പറയാം. നമ്മളിപ്പം പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ പോലും ഇഞ്ച് എന്നാണ് നമ്മൾ ലോക്കൽ മേസൺസ് പറയാം. 1 ഇഞ്ച് 1.5 ഇഞ്ചിന്റെ തേപ്പ് അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പം ഇതും നമ്മൾ അതേപോലെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യാം. 2.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച്. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ ആണല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഡാം പ്രൂഫിനകത്ത് 1:1.5:3, അതായത് 1 പാർട്ട് സിമെന്റ് 1.5 പാർട്ട് സാൻഡിന് 3 പാർട്സ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് ഈ ഡാം പ്രൂഫിനെ നമ്മൾ ഉപയോഗിക്കുക. ഇതിനകത്ത് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. അതെന്താ നമ്മൾ പിന്നീട് മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം. അപ്പോൾ സിമെന്റ് നോർമലി നമുക്ക് സെയിം സ്പെസിഫിക്കേഷൻ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർട്ട്ലാൻഡ് സിമെന്റ് ആയിരിക്കണം. പിന്നെ സാൻഡ് 5 mm മോർലെസ് ആയിരിക്കണം. കോഴ്സ് അഗ്രിഗേറ്റ് തന്ന സ്പെസിഫിക്കേഷനിൽ തന്നെ ആയിരിക്കണം. പിന്നെ മിക്സിങ്ങിനാണ് നമ്മൾ കുറച്ചൊന്ന് നോക്കേണ്ടത്. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 2 ടൈപ്പ് ഡാം പ്രൂഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഒന്ന് സോളിഡ് ഫോമിൽ സിമെന്റ് പോലെ ഒരു പാക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ലിക്വിഡ് ഫോമിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പം ഒരു സോളിഡ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള സിമെന്റിന് മിക്സിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അത് സിമെന്റുമായിട്ട് മിക്സ് ചെയ്യും, പ്രോപ്പർ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ഡ്രൈ മെത്തേഡിൽ സാൻഡും കോഴ്സ് അഗ്രിഗേറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് നോർമൽ കോൺക്രീറ്റിംഗ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇതിൽ ചെയ്യാം, മിക്സിങ് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ ലിക്വിഡ് ഫോമിലാണ് നമുക്ക് ഇപ്പം ഡാം പ്രൂഫ് മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ മറ്റേ എന്തൊക്കെ കേട്ടില്ല, ഡോക്ടർ ഫിക്സിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതുപോലത്തെ ഒരു സാധനമാണ് ഈ ഡാം പ്രൂഫ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലത്തെ ഒരു ലിക്വിഡ് കിട്ടും ഡാം പ്രൂഫിന്. അപ്പൊ നമ്മൾ അത് ലിക്വിഡ് ഫോമിലാണെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മളത് ചെയ്യുന്നത് വാട്ടറിലേക്ക് ആഡ് ചെയ്യാൻ, അതായത് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അത് ഫുൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യില്ല. അതായത് ഏകദേശം ഒരു എത്ര ഇപ്പോൾ 1 ലിറ്റർ ആണ്, ഇപ്പം നമുക്കൊരു 0.5 മീറ്റർ ക്യൂബ് ഓളം കോൺക്രീറ്റ് ചെയ്യണം എന്ന് വരികയാണെങ്കിൽ വിചാരിക്കുക, അതായത് ഡാം പ്രൂഫ് കോൺക്രീറ്റ് 0.5 മീറ്റർ ക്യൂബ് മൊത്തം മിക്സ് വേണ്ടി വരും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട വാട്ടറിന്റെ നമ്മളതിനെ 2 പാർട്ടായിട്ട് തിരിയും ആ വാട്ടറിന്. എന്നിട്ട് ഒരു പാർട്ട് വാട്ടറിൽ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഡാം പ്രൂഫ് ലിക്വിഡ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കും, അതായത് ക്ലീൻ വാട്ടർ സെപ്പറേറ്റ് ആയിട്ട്. അത് വാട്ടറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സിങ്ങിലേക്ക് ആഡ് ചെയ്യുന്നത് ലിക്വിഡ് ഫോമിലാണെങ്കിൽ. മറ്റേ സോളിഡ് ഫോമിലാണെങ്കിൽ അത് സിമെന്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും. അപ്പം അത് 2 കാര്യങ്ങൾ വന്നു. പിന്നെ ഉള്ളത് അടുത്ത ലേയിങ് ആണ്. അപ്പോൾ DPC എന്നാണ് പറയുക, ഡാം പ്രൂഫ് കോട്ടിംഗ് എന്നാണ് പറയുക, ഡാം പ്രൂഫ് കോൺക്രീറ്റിംഗ്. DPC അപ്ലൈ ദ പ്ലിന്ത് ലെവലിനെ ഹൊറിസോണ്ടൽ ലെയർ. അത് നമ്മൾ മനസ്സിലായോ എങ്ങനെയാണ്? അതായത് നമ്മൾ എവിടെ ബ്രിക്ക് വെക്കില്ലേ, ഈ തറ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ മെയ്സണറി വാള് കെട്ടുന്നതിന് മുന്നെയാണ് നമ്മൾ ഈ ഡാം പ്രൂഫിങ് കൊടുക്കുക. മനസ്സിലായി? അത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫൗണ്ടേഷനിൽ നിന്ന് ഡാംനെസ് വോൾസിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഡാം പ്രൂഫിങ് കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പം DPC is applied at the plinth level in a horizontal layer. എന്നിട്ട് നമ്മൾ 2 സൈഡിൽ നമ്മൾ ഷട്ടറിങ് കൊടുക്കും. അതായത് ഈ നമ്മൾ 2.5 സെന്റിമീറ്റർ ആണെങ്കിൽ പോലും നമ്മൾ ഷട്ടറിങ് കൊടുക്കുന്നതിനകത്ത് ലീക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ലീക്കിംഗ് എന്നാൽ ഈ മോർട്ടാർ മിക്സ് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ ഷട്ടറിങ് കൊടുത്തിട്ടാണ് നമ്മൾ 2.5 സെന്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഈ ഡാം പ്രൂഫ് കോട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇന്നർ എഡ്ജസ് നമ്മൾ ഓയിൽ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ മിക്സ് ചെയ്ത സാധനം 1/2 hour നമ്മൾ
പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതെന്താ ഹാർഡായി പോകും, പിന്നെ അത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, വർക്കബിലിറ്റി വളരെ വല്ലാതെ കുറയും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഷട്ടറിങ് നമ്മൾ ആക്ച്വലി 3 days കഴിഞ്ഞ് റിമൂവ് ചെയ്യാം. കാര്യം ഇതിനൊരു ഈ ഡാം പ്രൂഫിന് ഒരു സ്ട്രക്ചറൽ ആയിട്ട് സ്ട്രെങ്ത് വൈസ് അല്ല ഇതൊന്നും നോക്കുന്നത്. ജസ്റ്റ് അവിടെ സാധനം പ്രോപ്പറായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ നോക്കുള്ളൂ. അതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നീട് നമ്മൾ എന്താണ് മേസൺറി വാള് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതാണ് ലേയിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ക്യൂറിംഗ് ആണ്. അപ്പോൾ നോർമൽ ഏതൊരു കോൺക്രീറ്റ് ക്യൂർ ചെയ്യുന്ന പോലെ നമ്മൾ ഡാം പ്രൂഫ് കോട്ടിങ് നമ്മൾ ക്യൂർ ചെയ്യണം. അത് ഏകദേശം 7 days നമ്മൾ ക്യൂർ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് വർക്കിന് പ്രൊസീഡ് ചെയ്യാം. കാരണം പ്രോപ്പർ ക്യൂറിങ് ഇല്ലെങ്കിൽ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാൻ, അതായത് എന്താണ് സംഭവിക്കുക, അവിടെ ക്രാക്സ് വരും, ഡ്രൈനസ് വരും, അങ്ങനത്തെ പോലെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്യണം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ പെയിന്റിങ് വിത്ത് ആസ്ഫാൾട്ട്. ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ബിറ്റുമിൻ അല്ലെങ്കിൽ ടാർ അതിൻ്റെയൊക്കെ ഒരു വേറൊരു സാധനമാണ് ആസ്ഫാൾട്ട്. ഈ ആസ്ഫാൾട്ടിൻ്റെ ഒരു പെയിന്റിങ് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാം, 1 or 2 കോട്ടിങ്സ് കൊടുക്കാം, അത് സ്പെസിഫൈ ചെയ്യുന്നെങ്കിൽ മാത്രം. ഇതൊക്കെയാണ് നിങ്ങൾ ഡാം പ്രൂഫ് കോഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ ചോദിക്കാൻ എഴുതേണ്ടത്. അപ്പം ഇതാണ് ജനറലി നമ്മൾ 1:1.5:3 ആണ് നമ്മൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാം പ്രൂഫ് കോഴ്സിൻ്റെ പ്രൊപ്പോർഷൻ. പക്ഷേ ഇതിന് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ മെറ്റീരിയൽസും പ്രൊപ്പോർഷനൊക്കെ എഴുതുന്ന സമയത്ത് എഴുതണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഇന്ന് പോവാം. എന്താണ് നമ്മൾ ഇന്ന് തുടങ്ങിയതെന്ന് വെച്ചാൽ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനിൽ ഞാൻ ഈ സാന്ദ്ര മറിയ here. Yes, sir. Okay. So just tell me what are the steps to be followed while we are writing detailed specification. Hello, sir. Yeah. Can you hear me? Can you hear me, Sandra? Okay. So we'll go through these topics what we have taken today. First was regarding the earthwork excavation in foundation. So the first thing we need to മുറിഞ്ഞു പോവാ. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എക്സ്കവേഷൻ ആണ്. എക്സ്കവേഷനിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിനകത്ത് എന്താണ് ഫസ്റ്റ് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ട്രെഞ്ചസ് ഷാൽ ബി ഡഗ് ഔട്ട് ടു ദി എക്സാക്ട് വിഡ്ത്ത് ഓഫ് ദി ഫൗണ്ടേഷൻ കോൺക്രീറ്റ്. അതായത് എക്സാക്ട് വിഡ്ത്തിൽ വേണം നമ്മൾ ഫൗണ്ടേഷൻ ട്രെഞ്ച് നമ്മൾ എടുക്കാൻ. ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷന് വേണ്ടി കുഴിക്കുന്ന കുഴി. അത് ചെറുതാവാൻ പാടില്ല, കാരണം അത് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ സെയിം സൈസ് വേണ്ടിയിട്ടായിരിക്കും. ആ സെയിം സൈസിനെ ഫോളോ ചെയ്യണം ട്രെഞ്ചസ് എടുക്കുമ്പോൾ. അതുപോലെ സൈഡ്സ് ഓഫ് ദ ട്രെഞ്ചസ് വെർട്ടിക്കൽ ആയിരിക്കണം. ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പം ഒരുപാട് വളരെ ഇപ്പം കുറച്ച് സാൻഡി സോയിലോ അങ്ങനത്തെ ഉള്ള അവസരങ്ങളിലൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വെർട്ടിക്കൽ സൈഡ്സ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡ് സ്ലോപ്പിംഗ് ആക്കി നമുക്ക് എടുക്കാം. കാര്യം സ്ലോപ്പിംഗ് സൈഡ് ആണെങ്കിൽ ഈ പ്രോപ്പറായിട്ട് അതവിടെ നിന്നോളും, ഈ മണ്ണ് എടുത്ത് കുഴിയിലോട്ട് വീഴില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു ഫോം വർക്ക് പോലെ പ്ലേസ് ചെയ്യണം. വെർട്ടിക്കലി ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുള്ളത് വെർട്ടിക്കൽ നമ്മൾ ഷേപ്പ് ചെയ്യാം. അതായത് ഇത് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത്. നോർമൽ ഒരു സോയിലാണെങ്കിൽ വെർട്ടിക്കലായിട്ട് തന്നെ ട്രെഞ്ചസ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സ്കവേറ്റഡ് എർത്ത് ഷാൽ നോട്ട് ബി പ്ലേസ്ഡ് വിത്തിൻ 1 meter ഫ്രം ദി എഡ്ജ് ഓഫ് ദി ട്രെഞ്ച്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഫിനിഷിനെ കുറിച്ചാണ്. ക്യാൻ അഭിനവ് ഹിയർ? അഭിനവ് ഉണ്ടോ? Abhinav, can you hear me? Yes, sir. Okay, Abhinav, just tell me what are the specifications of a finish of a trench. You can read it from the screen. Just read it out for everyone.
Bottom of foundation trenches shall be perfectly leveled both longitudinally and transversely. എന്ന് വെച്ചാൽ എന്താ? Sides, അത് പറ, ഫസ്റ്റത്തെ പോയിന്റ് പറയാൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു ട്രെഞ്ചിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ലെവൽ ആയിരിക്കണം. ഇങ്ങനെ എന്താണ് ഹൊറിസോണ്ടലിയും പിന്നെ ട്രാൻസ്വേഴ്സ്ലി, അതായത് നേർഗനി കുത്തനെ അത് നല്ല ലെവലായിട്ട് ഉണ്ടാവണം ഒരു ട്രെഞ്ചിന്റെ ബോട്ടം ഓഫ് ദ ഫൗണ്ടേഷൻ. ഓക്കെ. Okay. Sites shall be dressed perfectly so that concrete may be laid to the exact width as per design. അതായത് സൈറ്റ്സ് ഒക്കെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു രീതിയിൽ വേണം ആക്കാൻ. എന്നാലേ കോൺക്രീറ്റ് നമുക്ക് വൃത്തിയായിട്ട് അതിൻ്റെ അകത്ത് ലേ ചെയ്യാൻ പറ്റും ആസ് പെർ ഡിസൈൻ. നമ്മുടെ ഡിസൈനിലുള്ള പോലെ തന്നെ വളരെ നീറ്റ് ആയിട്ട് വേണം കോൺക്രീറ്റ് അപ്ലൈ ചെയ്യാൻ. നീറ്റ് ആയിട്ടല്ല, ആ സെയിം സൈസിൽ, ആ സെയിം സൈസിൽ, ആ സെയിം വിഡ്ത്തിലും തിക്നെസ്സിലുള്ളതായിട്ട്. ഓക്കെ. അടുത്ത തേർഡ്, ബെഡ് ഓഫ് ദ ട്രെഞ്ച് ഷാൽ ബി ലൈറ്റ്ലി വാട്ടേർഡ് ആൻഡ് വെൽ റാംഡ്. അതായത് ഒരു ട്രെഞ്ചിന്റെ ബെഡ് എന്ന് പറയുമ്പോൾ നല്ല പിന്നെ അധികം അല്ല, ഒരു ലൈറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരുപാടായാല് കുഴപ്പമാണ്, വളരെ ലൈറ്റ് ആയിട്ട്. അടുത്ത പോയിന്റ്, excess digging if done thorough mistake shall excess digging if done through mistake. നെറ്റ് കുറച്ച് സീൻ ഉള്ളതുകൊണ്ടൊന്നും ആകുന്നില്ല, സൂം ഒന്നും ആകുന്നില്ല. Excess digging if done through mistake shall be filled with concrete at the expense of contractor. At the expense of the contractor. അതായത് പിന്നെ എക്സസ് ഡിഗിങ് എന്ന് പറയുമ്പോൾ അത് കോൺട്രാക്ടറുടെ എക്സ്പെൻസിലാണ് ആക്കുക. ഓക്കെ. അപ്പൊ കോൺട്രാക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ സെയിം സൈസ് ഫോളോ ചെയ്യുന്നുള്ളത്, സെയിം ഡെപ്ത് ഫോളോ ചെയ്യുന്നുള്ളത്. ഓക്കെ. അടുത്ത, സോഫ്റ്റ് സ്പോട്ട് ഷാൽ ബി ഡഗ് ഔട്ട് ആൻഡ് റിമൂവ്ഡ് ആൻഡ് ഫിൽഡ് വിത്ത് കോൺക്രീറ്റ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള സ്പോട്ട്സിൽ നമ്മൾ മര്യാദയ്ക്ക് അത് കണ്ടുപിടിച്ചിട്ട് കോൺക്രീറ്റ് വെച്ചിട്ട് ലേ ചെയ്യണം, കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യണം അത്. Rocks and boulders at the bed shall be removed and the bed of the trenches shall be leveled and made hard by consolidating the earth. റോക്സ് ആൻഡ് അതായത് ഈ ഫൗണ്ടേഷന്റെ ബെഡിലുള്ള റോക്കിനെയും ബോൾഡേഴ്സും നമ്മൾ മഴയൊക്കെ റിമൂവ് ചെയ്ത് ട്രെഞ്ചസിനെ നല്ല ലെവൽ ചെയ്യണം. എന്നാലേ കൺസോൾട്ടേറ്റിംഗ്, അതായത് എർത്തിനെ നമ്മൾ ശരിക്കും ടാമ്പ് ചെയ്തിട്ട് കൺസോൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റോക്കിനെയും ബോൾഡേഴ്സിനെല്ലാം മാറ്റിക്കളയാൻ. ഓക്കെ. അതായത് ആ ലെവലിൽ, ആ ബോട്ടം ബെഡ് ലെവലിൽ ഇപ്പൊ റോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ബോൾഡർ നമ്മൾ വെറുതെ എടുത്ത് മാറ്റുകയാണെങ്കിൽ അവിടെ ഒരു ഡിപ്പ് വരില്ലേ, അപ്പൊ അങ്ങനെ വരരുതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അത് പോയിന്റ് ചോദിച്ചോ. അടുത്ത പോയിന്റ് okay. So basically, in which tense you will represent this specification? ഏത് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്? അതായത് ഇതിനകത്ത് നമ്മള് വേർഡുകൾ പറഞ്ഞില്ലേ, ഏതൊക്കെ വേർഡുകളാ? ഷാൽ ബി എന്നൊക്കെയുള്ള വേർഡുകൾ പറഞ്ഞിട്ടില്ലേ? അത് നല്ല ഇമ്പോർട്ടൻസ് ആണ് കാര്യം. അത് ആ രീതിയിലാണ് ശരിക്കും ഈ സ്പെസിഫിക്കേഷൻ ഒക്കെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ഫൈൻഡിങ്സിനെ കുറിച്ചാണ്. എന്തെങ്കിലും ട്രഷർ കിട്ടുന്ന അത് പ്രോപ്പർട്ടി ഓഫ് ഗവൺമെന്റ് ആണ്, അത് ലോ ആണ്. പിന്നെ വാട്ടർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെയിനിങ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സർഫസ് വാട്ടറോ ഈ പറയുന്ന കുഴിച്ചിരുന്ന ഡ്രെഞ്ചിലേക്ക് വീണാൽ അതൊക്കെ കോൺട്രാക്ടറുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയിൽ അത് പമ്പ് ഔട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഉള്ളതാണ്. പിന്നെ അതുപോലെ ട്രഞ്ച് ഫില്ലിങ്, എക്സസ് ആയിട്ട് നമ്മൾ ട്രഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സോയിൽ വെച്ച് പ്രോപ്പറായി ടാമ്പർ ചെയ്ത് റാം ചെയ്ത് അത് ഫില്ല് ചെയ്യണം. പിന്നെ മെഷർമെന്റ് Abhinav, can you still hear me? Are you still online now? Yes sir. Okay, so can you explain the last point about measurement? What you have understood? Measurement of excavation to be taken in meter cube, volume equal to water width
into vertical depth into length of the trench. ഓക്കെ, അപ്പം അതായത് അപ്പൊ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഓക്കെ, അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ ഡിഗ് ചെയ്യുന്ന എത്രത്തോളം മണ്ണ് നമ്മളിങ്ങനെ പുറത്ത് വരുന്നുള്ള അതിന്റെ വോളിയം ഈസ് ഈക്വൽ ടു പിന്നെ നമ്മൾ ആ ആ കുഴീന്റെ പിന്നെ ബോട്ടമിലെ വിത്ത്, അതിന്റെ ഹൈറ്റ്, പിന്നെ അതിന്റെ ലെങ്ത്, ഇതെല്ലാം കൂടിയാൽ നമുക്ക് അതിന്റെ എന്താണ് ബോട്ടം, മൾട്ടിപ്ലൈ. ആ ബോട്ടം വിത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ബോട്ടം വിത്ത് ഇത് അതാണ് അതിന്റെ ബേസ് ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ മലയാളത്തിൽ കുയ്യാട്ടം തന്നെ പറയുന്നത്. അതിലാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു അൺഈവൺ ആയിട്ട് കുഴിച്ചാൽ അതിന് ഒരുപാട് ലോഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അതിന്റെ മുകളിൽ ബിൽഡിങ്സ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഡ്സ് അതിൽ ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. അതല്ല, സോ ചോദിച്ചെന്താ മനസ്സിലായത്? ബോട്ടം വിത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ട് ടോപ്പ് വിത്ത് എന്ന് പറയാത്ത? അതായത് പിന്നെ ടോപ്പ് നമ്മളിങ്ങനെ കുഴിച്ച് വരുമ്പോൾ ബോട്ടം വിത്തിൽ നമ്മൾ എപ്പോഴും ഈവൺ ആയിട്ട് ടാമ്പിൾ ചെയ്ത് വെക്കും. പക്ഷെ ഇതിൽ ആയിന്ന് വരില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പ്രൊജക്ഷൻസോ അൺഈവൺ ആയിട്ടുള്ള കട്ട്സ്. അതല്ല, അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഫൗണ്ടേഷൻ ഇപ്പൊ പല കാര്യത്തിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഫൂട്ടിംഗ് ഒക്കെ എടുക്കുമ്പോൾ പല ഷേപ്പിലൊക്കെ ആയിരിക്കും വരിക. ചിലപ്പം ഇത് ടോപ്പില് ചിലപ്പോൾ ഫൗണ്ടേഷന്റെ തിക്നെസ് കുറവായിരിക്കും, ബോട്ടത്തിലേക്ക് എത്തിക്കുമ്പോൾ തിക്നെസ് കൂടുതലായിരിക്കും. അതായത് എപ്പോഴും എന്താണോ ഫൗണ്ടേഷന്റെ ഷേപ്പ് എന്നതിന് റെസ്പെക്റ്റീവ് ആയിട്ടല്ല, ബോട്ടം വിത്ത് എന്താണോ ആ വിത്തിലാണ് എപ്പോഴും എക്സ്കവേറ്റ് ചെയ്യേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ എന്താ ഇതെവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരും ഈ എക്സ്കവേഷന്റെ മെഷർമെന്റ് എടുക്കാന്നൊക്കെ. അന്നേരം ഒരു ഡയഗ്രാം കാണുമ്പോൾ ആ ഫൗണ്ടേഷന്റെ ആ ഒരു സൈസ് അല്ല എടുക്കേണ്ടത്, ഇപ്പോൾ ആ ബോട്ടം വിട്ട് വെച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് ഈ ലാസ്റ്റത്തെ പോയിന്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമെന്റ് കോൺക്രീറ്റിനെ കുറിച്ചാണ്. നോർമൽ കോൺക്രീറ്റിനെ കുറിച്ച് മെറ്റീരിയൽസ് സ്പെസിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ മിക്സിങ് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ അതിന്റെ സ്ലംബ്, ഫോം വർക്ക്, ലേയിങ് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ RCC ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ഡാം പ്രൂഫിങ്ങും ഡിസ്കസ് ചെയ്തു. സോ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. കഴിഞ്ഞ അറ്റൻഡൻസ് എടുക്കാം. ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ.